ജൂബിലി ജൂബിലി താബോറിൻ ജൂബിലി വചനത്തിൻ ജൂബിലി ശുശ്രൂഷത്തൻ ജൂബിലി സുവർണ ജൂബിലി 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 താബോറിൻ ജൂബിലി വചനത്തിൻ ജൂബിലി ശുശ്രൂഷത്തൻ ജൂബിലി സുവർണ ജൂബിലി ബഹുമാനപ്പെട്ട പൈസച്ച് നമ്മുടെ വികാരി ജനാർദ്ദനാണല്ലോ എന്നുവെച്ചാൽ പള്ളിക്കുന്നേലച്ച മറ്റ് സ്റ്റേജിൽ വീക്ഷായിരിക്കുന്ന മാന്യ മഹാജനങ്ങളെ ഓരോരുത്തരുടെയും പേര് പറയാൻ പോയാൽ ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും. എല്ലാവരെയും ഞാൻ ഒന്നിച്ചങ്ങോട്ട് എല്ലാവരെയും അറിയാം. എനിക്ക് മഹാന്മാരാണ്, എല്ലാം പ്രത്യേകം പറയേണ്ടവരാണ്. പറയാനായിട്ട് മെനക്കെടുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഞാനങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. 2 വയസ്സിരിക്കുന്നതായ മഹോന്നത വ്യക്തികളെ, പ്രിയ സഹോദരന്മാരെ, അവിടുത്തെ താബോർ ധ്യാനം നടത്തുന്നതായ വചന ശുശ്രൂഷയുടെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. വലിയ തോതിലാണ് ആഘോഷിക്കുന്നത്. എല്ലാ മാസവും ഒരു പിതാവ് വരും, അനേകം വാഗ്മികൾ വരും. ഇന്നലെ നമ്മുടെ അച്ഛൻ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അങ്ങനെ വൻതോതിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ജൂബിലി ഏറ്റവും വിജയകരമായി തീരട്ടെ ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരുടെയും സന്തോഷമായി ഈ താബോർ ധ്യാന കേന്ദ്രം അനേക ആയിരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ഇങ്ങനെ അയാളെ അനേക ആയിരങ്ങളെ മാനസികമായിട്ട് ആത്മീയമായിട്ട് ഉണർവുള്ളതായിക്കൊണ്ട് വളരട്ടെ എന്ന് എനിക്ക് ആശംസിക്കുവാനുള്ളൂ. ഈ സ്ഥാപനവുമായിട്ട് എനിക്ക് ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. കാരണം ആദ്യ പള്ളിക്കുന്നിൽ അച്ഛന്മാരെ 3 പേരെ എനിക്കറിയാം. ഒന്നൊരു വിൻസെൻഷൻസിനായിരുന്നു, പിന്നെ അഗസ്റ്റിനച്ഛനാണ്. അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ സെമിനാരിൽ പഠിച്ചതാണ്, തൊട്ടടുത്തിരുന്ന് പഠിച്ചതാണ്. മൈനർ സെമിനാരിയിൽ ലത്തീൻ പഠിച്ചത്. പിന്നെ മേജർ സെമിനാരിലും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, കർമ്മൽ ഏരിയ സെമിനാരിൽ. പിന്നെ അദ്ദേഹം രൂപതയിൽ ശുശ്രൂഷ ചെയ്ത ആളായതുകൊണ്ട് ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. പിന്നെ ജോർജ് അച്ഛന് അദ്ദേഹവുമായിട്ട് ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ 3 പള്ളിക്കുന്നരച്ചന്മാരെ അറിയാം. ഇവിടെ ശുശ്രൂഷയെ കണ്ടിട്ടുമുണ്ട്, അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞാൻ ഈ ഹൗസിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അഗസ്റ്റിനച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വിളിക്കുമായിരുന്നു. എല്ലാ വർഷവും തന്നെ വിളിക്കും. ഞാൻ ഈ വരണമെന്ന് ഞാൻ ചോദിക്കും, എന്നാലും വരണമെന്ന്. പിന്നെ അദ്ദേഹം നിർബന്ധിക്കുന്നതിന് വരും. മിക്കവാറും എല്ലാ വർഷവും ഈ ഹൗസിൽ വന്നിട്ടുമുണ്ട്. പല തവണ ഈ വചന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ജൂബിലി ആണ് എന്നറിയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം നാടിന് ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടില്ല. നാട്ടിൽ മാത്രമല്ല, മറ്റു നാട്ടിൽ നിന്നും വരാവുന്ന ആളുകൾ അവിടെ ധ്യാനിക്കാൻ വരുമായിരുന്നു, വചന ശ്രവണത്തിന് വരുമായിരുന്നു. അങ്ങനെ ഒത്തിരി മനുഷ്യർക്ക് ഒത്തിരി നന്മ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് താബോർ. അങ്ങനെ താബോർ വലുതാകട്ടെ എന്ന് എനിക്ക് ആശംസിക്കുവാനുള്ളൂ. ഒത്തിരി കുട്ടികളെ ഒന്ന് പഠിക്കുന്ന കുട്ടികളൊന്ന് ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളുള്ളവർ, പ്രതിസന്ധികളുള്ളവർ ഇവിടെ ഒന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ആശ്വാസം പ്രാപിച്ചാണ് അവർ പുറത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഏതാനും ദിവസത്തോടെ മനോഹരമായ ഒരു ജൂബിലി ആഘോഷം നടക്കും. ഈ ഏതാനും ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് തുടർന്ന് ഈ വർഷം മുഴുവനും ജൂബിലി ആഘോഷമായിരിക്കും. അപ്പോൾ ജൂബിലി ആഘോഷത്തിലൂടെ അനേകായിരങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ആശ്വാസം, സംതൃപ്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വചനം സന്തോഷത്തോടെ ബൈബിൾ വായിക്കുന്നത് മാത്രമല്ല, അതേകാലത്ത് ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അപ്പസ്തോലന്മാർ കർത്താവിനെയാണ് പ്രഘോഷിച്ചിരുന്നത്. കർത്താവ് ഈശോയെ, ഈശോ ആയിരുന്നു വചനം. ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനമായിരുന്നു ദൈവം എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നൊക്കെയാണല്ലോ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ തന്നെയാണ്. ഈശോയെയാണ് ആദ്യ അപ്പസ്തോലന്മാർ അറിയിച്ചിരുന്നത്, പ്രഘോഷിച്ചിരുന്നത്.
പുസ്തകമൊന്നുമല്ല കൊടുത്തിരുന്നത്. പുസ്തകം ഉണ്ടായിട്ടൊരു കർത്താവ് മരിച്ച് പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞ പുസ്തകമൊക്കെ ഉണ്ടാകുന്നത്. അതും ഓരോന്നായിട്ടുണ്ടാകുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ കർത്താവിനെ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, കർത്താവിനെ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. കർത്താവിനെ പ്രഘോഷിച്ച് കേട്ടിരുന്ന ഒത്തിരി ആളുകളുണ്ട്. ഗ്രീസിൽ, ഏഷ്യാമൈനറിൽ ചെയ്യുന്ന തുർക്കി, യുഗോസ്ലാവിയ, റോം, അവിടെയൊക്കെ കർത്താവിനെ കേട്ടത് അപ്പോസ്തലന്മാർ പറഞ്ഞ, വായിച്ചൊന്നുമല്ല, പുസ്തകവുമില്ല. അപ്പോൾ അവർ പ്രഘോഷിച്ച് അവരെന്താ അറിയിച്ചു, ഞങ്ങളെക്കുറിച്ച് എന്നുള്ളതിനേക്കാൾ ഈശോയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈശോയെ അവർ അറിയിച്ചു. ഈശോ ആരാണെന്ന് മനസ്സിലാക്കി, ഈശോയെ ഇരു കരങ്ങളിൽ സ്വീകരിച്ചു, ഈശോയിൽ വിശ്വസിച്ചു, ഈശോയ്ക്ക് സ്വജീവിതം അവർ അർപ്പിച്ചു. അതാണ് അവരുടെ ജീവിതം. അതിന് ഈശോയ്ക്ക് സ്വജീവിതം അർപ്പിച്ചതുകൊണ്ട് ഈശോയുടേതായി തീർന്നു. അവൻ ആരാണെന്ന് ബൈബിളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഈശോ ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവമാണെന്ന് ഈശോ പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈശോ ദൈവസുതനാണെന്ന് അപ്പോസ്തലന്മാരിൽ മാറി മാറി പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ പല പ്രാവശ്യം ദൈവസുതനാണ്, ഞാൻ അബ്രാഹത്തിന് മുമ്പേ ഉള്ളവനാണെന്ന് ഈശോ പറയുന്നുണ്ട്. എൻ്റെ പിതാവ് എന്ന് ഈശോയെ വിളിക്കുന്നില്ല. എൻ്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നവരെ നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും നാം മറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈശോ ദൈവത്തിൻ്റെ സുതനായിരുന്നു, പുത്രനായിരുന്നു. നമ്മൾക്ക് പിതാവിനോട് ബന്ധം, അതിലപ്പുറം ബന്ധമുണ്ടായിരുന്നു. സ്വന്തം മകൻ, പിതാവിൻ്റെ മകൻ. അതാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഈശോയെയാണ് ശിഷ്യന്മാർ പ്രഘോഷിച്ചിരുന്നത്, പുസ്തകമൊന്നുമല്ല. അപ്പോൾ ആ ഈശോയെ കേൾക്കാനായിട്ട് ഭാഗ്യമുണ്ടായി കുറേ പേർക്ക്. ഭാഗ്യമില്ലാത്തവർക്ക് ആ ഈശോയെ അപ്പോസ്തലന്മാർ അവതരിപ്പിച്ചവരുടെ മുമ്പിൽ ഇതാ ഈശോ പറഞ്ഞത്, ഇതാ ഈശോ ചെയ്തത്, ഇതായിരുന്നു ഈ ഈശോയുടെ അന്ത്യം. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. പറയുന്നവനിലോട്ട് ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട്, പറയുന്നവന് കൈഡി വാങ്ങുവാനായിട്ടല്ല അപ്പോസ്തലന്മാർ ശ്രമിച്ചത്. ഇനിയോ ഈശോയെ അറിയിച്ചു, ഈശോയെ ആളുകളുടെ മുമ്പിൽ കാണിച്ചു, ഈശോയെ ആളുകളെല്ലാം ഇരുകയെ നീട്ടി സ്വീകരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. വചന പ്രഘോഷത്തിന് അത് നടക്കേണ്ടത്. ഈശോയെ കേൾക്കുവാനായിട്ടും ഈശോയെ കാണുവാനായിട്ടും ഈശോയ്ക്ക് സ്വജീവിതം സമർപ്പിക്കുവാനായിട്ടും പ്രോത്സാഹിപ്പിക്കുക, അതിന് സഹായിക്കുക. അത് വചന പ്രഘോഷണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും ഈശോയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. ഈശോയെ കേൾക്കുവാനായിട്ട് അവസരം ഉണ്ടാകട്ടെ. ഈശോയെ സ്വീകരിക്കുവാൻ, ഈശോയ്ക്ക് ജീവിതം സമർപ്പിക്കുവാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇനി 10-15 പേര് പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നിർത്തുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കട്ടെ. സമ്മേളനത്തിൻ്റെ ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനം ആരംഭിച്ചു തിരികൊളുത്തി നിർവഹിക്കാനായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.